Dear students, in the previous classes we had been discussing of union legislature and union executive. As we know, every government has three departments or three branches or three organs: legislature, executive and judiciary. We have discussed two out of three, that means legislature and judiciary of Indian government, legislature and executive of Indian government. And today we discuss of the third department of Indian government, that is judiciary. Judiciary is the third organ of government. An independent and impartial judiciary is very essential in a federal polity. ഒരു ഫെഡറൽ പോളിറ്റിയിൽ നമ്മൾ കണ്ടു എന്താണ് ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറേഷൻ എന്താണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിട്ടെടുക്കുന്നതിനെയാണ് ഫെഡറേഷൻ അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയും. ഇന്ത്യ ഒരു ഫെഡറേഷനാണ്, ഒരു ഫെഡറൽ പോളിറ്റിയാണ്. അപ്പോൾ ഒരു ഫെഡറൽ പോളിറ്റിയിൽ there are chances for conflict between the central government and state governments with regard to the exercise of power. അപ്പോൾ ഒരു ഫെഡറൽ പോളിറ്റിയിൽ അധികാരം രണ്ട് ഗവൺമെൻറ്റുകൾ പങ്കിട്ടെടുക്കുമ്പോൾ അധികാര തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ there should be an independent and impartial agency to settle the disputes between these two governments. അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റുകളും തമ്മിൽ അധികാരപരമായ തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കുവാൻ ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. അതാണ് ജുഡീഷ്യറി എന്നത്. അപ്പോൾ ഇന്ത്യയെ പോലൊരു ഫെഡറൽ പോളിറ്റിയിൽ an independent and impartial judiciary is very essential. In India, Constitution has assigned a special role and status to the judiciary. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ജുഡീഷ്യറിക്ക് വ്യക്തമായ ഒരു സ്റ്റാറ്റസും അതുപോലെ തന്നെ സ്പെഷ്യൽ റോളും നൽകപ്പെട്ടിട്ടുണ്ട്. The judiciary has the responsibility of deciding all the disputes which may arise between the center and the federating units. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നു, സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര സർക്കാരും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള അധികാര തർക്കങ്ങൾ ഉണ്ടായാൽ അത് തീരുമാനിക്കുവാൻ, ആ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാനുള്ള അധികാരം ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാണ്. ഇൻ എ ഫെഡറൽ പോളിറ്റി ദ പവേഴ്സ് ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്സ്. നമ്മൾ കണ്ടതുപോലെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിട്ടെടുക്കുകയാണ്. ഇറ്റ് നെസസിയേറ്റ്സ് ദി പ്രസൻസ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ അതോറിറ്റി empowered to interpret the constitution. അപ്പോൾ അങ്ങനെയൊരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരങ്ങൾ പങ്കിട്ടെടുക്കുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു അധികാര കേന്ദ്രം ഉണ്ടായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷനെ നിർവചിക്കുവാൻ, വ്യാഖ്യാനിക്കുവാൻ. ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അധികാരങ്ങളെന്ന് വ്യക്തമാക്കുവാൻ, സംസ്ഥാനങ്ങളുടെ അധികാരമെന്ത്, കേന്ദ്രത്തിൻ്റെ അധികാരമെന്ത് എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുവാൻ, ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ ഒരു ജുഡീഷ്യൽ സംവിധാനം അനിവാര്യമാണ്. ടു സെക്യൂർ ദ റൈറ്റ്സ് ഓഫ് എ ഫെഡറേഷൻ ആൻഡ് ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അധികാരമെന്ത്, സംസ്ഥാനങ്ങളുടെ അധികാരമെന്ത് എന്ന് കൃത്യമായി ഭരണഘടന അനുസൃതമായി നിർവചിക്കുവാൻ ഒരു ജുഡീഷ്യൽ സംവിധാനം, നിഷ്പക്ഷവും സ്വതന്ത്രവുമായൊരു ജുഡീഷ്യൽ സംവിധാനം അനിവാര്യമാണ്. ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഹാസ് ദി ആഡഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സെക്യൂറിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോർ ദി ഇൻഡിവിജ്വൽ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് മറ്റൊരധികാരം കൂടി നൽകപ്പെട്ടിരിക്കുന്നു, പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ. അപ്പോൾ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന അധിക ചുമതല കൂടി ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഭരണഘടനാപരമായി നിക്ഷിപ്തമായി. ഇറ്റ് ഓൾസോ ഹാസ് ടു എൻഷുർ ദാറ്റ് ദ ലെജിസ്ലേച്ചർ ആൻഡ് ദി എക്സിക്യൂട്ടീവ് ഡു നോട്ട് എക്സീഡ് ദെയർ അസൈൻഡ് റോൾ. അതോടൊപ്പം എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും അവരിൽ അർപ്പിതമായതിൽ കൂടുതൽ അധികാരങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ജുഡീഷ്യറിയാണ്. അപ്പോൾ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സുകളുടെയും ഫെഡറേഷൻ്റെയും, അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും അധികാരങ്ങൾ കൃത്യമായി നിർവചിക്കുക, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള പ്രമുഖമായ ഡ്യൂട്ടികളെല്ലാം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഭരണഘടനാനുസൃതമായി നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇൻ ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ the establishment of an integrated judiciary. Under this system, at the top is the Supreme Court of India, which is the highest judicial authority in India. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം
ഒരു പ്രത്യേക സംവിധാനത്തിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആയിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുക. അതിനർത്ഥം ഒരു അസെൻഡിങ് ഓർഡറിലാണ്, ഒരു ആരോഹണ ക്രമത്തിലാണ്. അങ്ങനെ ആരോഹണ ക്രമത്തിൽ അണ്ടർ ദി സിസ്റ്റം അറ്റ് ദ ടോപ്പ് ഈസ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ ഏറ്റവും ഉന്നതമായ കോടതി എന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, വിച്ച് ഈസ് ദി ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിൻ്റെ അവസാന വാക്ക്, ഏറ്റവും ഉന്നതമായ കോടതി സുപ്രീം കോടതിയാണ്. ഇറ്റ്സ് ഡിസിഷൻസ് ആർ അപ്ലിക്കബിൾ ഓൾ ഓവർ ദി കൺട്രി. അപ്പോൾ സുപ്രീം കോടതി എന്ന അപ്പെക്സ് കോർട്ടിൻ്റെ ഏറ്റവും ഉന്നതമായ കോടതിയുടെ തീരുമാനങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ഈച്ച് സ്റ്റേറ്റ് ഹാസ് എ ഹൈ കോർട്ട് വിത്ത് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. അപ്പോൾ ജസ്റ്റ് ബിലോ ദി സുപ്രീം കോർട്ട് വി ക്യാൻ സീ ദാറ്റ് ദർ ആർ ഹൈ കോർട്ട്സ് ഇൻ എവറി സ്റ്റേറ്റ്സ്. അപ്പോൾ സുപ്രീം കോടതിയുടെ താഴെയായി എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കോടതികളുണ്ട്. ആ ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എന്നാൽ ആ സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശമായിരിക്കും അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അധികാര മേഖല. ബിലോ ദി ഹൈക്കോർട്ട്സ് there are district and sessions courts at district level, and still below there are municip and magistrate courts at താലൂക്ക് ലെവൽ. അങ്ങനെ 4 തട്ടിലായിട്ടാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഓർഗനൈസേഷൻ. അറ്റ് ദ ടോപ്പ് there is Supreme Court of India, which has jurisdiction all over India, and just below the Supreme Court there are high courts in every state, and just below that high courts at the district level there are district sessions courts, and at the bottom, at the lowest level, at the taluk level, there are municip and magistrate courts. This is what the structure of Indian judicial system. So it has been constituted on an ascending scale, ascending order. ഒരു അസെൻഡിങ് ഓർഡറിൽ ആരോഹണ ക്രമത്തിലാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനം ഉണ്ടാക്കപ്പെട്ടിരിക്കുക. ആൻഡ് ബിസൈഡ്സ് ദീസ് ദർ മേ ബി അഡ്ഹോക് കോർട്സ്, സ്പെഷ്യൽ കോർട്സ്, something like that, but the permanent structure of Indian judicial system is organized into these 4 structures, these 4 levels. At nationwide, ദേശീയ ലെവലിൽ സുപ്രീം കോടതിയും സംസ്ഥാനത്തിൻ്റെ ലെവലിൽ ഹൈക്കോടതികളും ജില്ലാ ലെവലിൽ സെഷൻസ് കോടതികളും താലൂക്ക് ലെവലിൽ മുനിസിപ്പ് ആൻഡ് മജിസ്ട്രേറ്റ് കോടതികളും. ഇതാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ കണ്ടു ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനം 4 തട്ടിലായിട്ടാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുക. ഏറ്റവും ടോപ്പിൽ സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതി, അതിന് താഴെ ജില്ലാ ലെവലിൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ട്, അതിന് താഴെ താലൂക്ക് ലെവലിൽ മുനിസിപ്പൽ ആൻഡ് മജിസ്ട്രേറ്റ് കോർട്സ്. സോ നൗ ലെറ്റ് us discuss the Supreme Court of India, the apex court of Indian judicial system. The Supreme Court of India consists of the Chief Justice and judges. സുപ്രീം കോടതിയിൽ ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതിനെയാണ് സുപ്രീം കോടതി എന്ന് പറയുക. ദ സാങ്ഷൻഡ് സ്ട്രെങ്ത് ഓഫ് ദി സുപ്രീം കോർട്ട് മേ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ ദി പാർലമെൻറ്റ്. എത്രയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ അംഗബലം എന്നത് അത് കൂട്ടുവാനും കുറയ്ക്കുവാനുമുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യൻ ലെജിസ്ലേച്ചറായ ഇന്ത്യൻ പാർലമെൻറ്റാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിജപ്പെടുത്തുക. അത് കൂട്ടുവാനും കുറയ്ക്കുവാനുമുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. The Chief Justice and judges of the Supreme Court are appointed by the President of India. അപ്പോൾ ആരാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും അപ്പെക്സ് കോർട്ടായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുക? ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഒരു പാർലമെൻ്ററി സംവിധാനമായതിനാൽ പ്രസിഡൻറ്റ് നോമിനൽ എക്സിക്യൂട്ടീവാണ്. റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഈസ് എക്സസൈസ്ഡ് ബൈ ദി യൂണിയൻ ക്യാബിനറ്റ് വിച്ച് ഈസ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ശുപാർശയിന്മേലാണ് എങ്കിലും ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഈസ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. സോ ദി ജഡ്ജസ് ആൻഡ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. എനി പേഴ്സൺ who is considered suitable by the President of India can become a judge of the Supreme Court. അപ്പോൾ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ആരെയും നിയമിക്കാം എന്നാണ്, പ്രസിഡൻറ്റ് നിയമിക്കാം എന്നാണ് പറയുന്നതെങ്കിലും there are certain qualifications necessary for being appointed as the judge of the Supreme Court. അപ്പോൾ പ്രസിഡൻറ്റിന് വിശ്വാസമുള്ള സൂട്ടബിൾ എന്ന് തോന്നുന്ന ആരെയും നിയമിക്കാമെങ്കിലും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായി നിയമിക്കപ്പെടണമെങ്കിൽ ചില ക്വാളിഫിക്കേഷൻസ് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഒന്നാമതായി ഹി അല്ലെങ്കിൽ ഷീ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ് സുപ്രീം കോടതിയിൽ
നിയമിക്കപ്പെടുവാനുള്ള ഒന്നാമത്തെ യോഗ്യത. 2, ഐദർ എ ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു അതോടൊപ്പം ഇന്ത്യൻ പൗരത്വത്തോടൊപ്പം അറിയപ്പെടുന്ന ഒരു നിയമജ്ഞനായിരിക്കണം. മറ്റൊന്ന്, ഹാസ് ബീൻ എ ഹൈക്കോർട്ട് ജഡ്ജ് ഫോർ 5 സക്സസീവ് ഇയേഴ്സ്. അപ്പോൾ ഒന്നുകിൽ ഇന്ത്യൻ പൗരത്വമുണ്ടായിരിക്കണം, അതോടൊപ്പം അറിയപ്പെടുന്ന നിയമജ്ഞനായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വത്തോടൊപ്പം ഹൈക്കോടതിയിൽ 5 വർഷം തുടർച്ചയായി ജഡ്ജിയായിരുന്നിരിക്കണം. മറ്റൊരു ക്വാളിഫിക്കേഷൻ, ഹാസ് ബീൻ ആൻ അഡ്വക്കേറ്റ് ഓഫ് എ ഹൈക്കോർട്ട് ഫോർ 10 സക്സസീവ് ഇയേഴ്സ്. ഒരു ഹൈക്കോടതിയിൽ 10 വർഷം തുടർച്ചയായി വക്കീലായിരിക്കണം, അഭിഭാഷകനായിരിക്കണം. അപ്പോൾ ശരിക്കും നമ്മളിതിൽ നോക്കിയാൽ 2 ക്വാളിഫിക്കേഷനാണ് ആവശ്യം വരിക. ഒന്ന്, ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഈ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നുകൂടി ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണത്? ഒന്നാമത്, ഇന്ത്യൻ പൗരത്വത്തോടൊപ്പം ഒന്നുകിൽ ഒരു അറിയപ്പെടുന്ന നിയമജ്ഞനായിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തുടർച്ചയായി 5 വർഷം ജഡ്ജിയായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തുടർച്ചയായി 10 വർഷം അഭിഭാഷകനായിരുന്നിരിക്കണം. അപ്പോൾ 2 ക്വാളിഫിക്കേഷനാണ് വരിക. ഇന്ത്യൻ പൗരത്വത്തോടൊപ്പം ഈ 3-ൽ ഒരു ക്വാളിഫിക്കേഷനും കൂടി ഉള്ളയാളെയാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിയായി ഇന്ത്യൻ പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുക. ദർ ഈസ് നോ മിനിമം ഏജ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് ആസ് ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിൽ ജഡ്ജായി നിയമിക്കപ്പെടുവാൻ മിനിമം പ്രായപരിധിയില്ല. പക്ഷേ നമുക്കറിയാം, ഹൈക്കോടതിയിൽ 10 വർഷം അഡ്വക്കേറ്റായിരുന്നതിന് ശേഷം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജിയായിരുന്നതിന് ശേഷം, അല്ലെങ്കിൽ അറിയപ്പെടുന്ന നിയമജ്ഞനായിരുന്നതിന് ശേഷമാണ് സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെടുക. അപ്പോൾ ഒരു മിനിമം ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും പ്രായമുണ്ടാവും എന്നത് സത്യം. പക്ഷേ നിയമത്തിൽ പറയുന്നു, ദർ ഈസ് നോ മിനിമം ഏജ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് ആസ് ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ദ റിട്ടയർമെൻറ്റ് ഏജ് ഈസ് 65 ഇയേഴ്സ്. 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് may be removed from his office by an order of the President on a joint address of both the houses of Parliament. എങ്ങനെയാണ് ഒരു സുപ്രീം കോടതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുക? അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഒരു ഉത്തരവിനാലാണ്. ആ ഉത്തരവിന് എന്തായിരിക്കണം? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും ഒരു ജോയിൻറ്റ് സിറ്റിങ്ങിലെ തീരുമാനത്തിനനുസരിച്ച് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഉത്തരവിറക്കിയാണ് ജഡ്ജിമാരെ പുറത്താക്കുക, അല്ലെ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുക. This address must be supported by a 2/3 majority of members present. അപ്പോൾ പാർലമെൻറ്റിലെ ഇരുസഭകളിലും സന്നിഹിതരായിരിക്കുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷത്തിലൊരു തീരുമാനം ഉണ്ടാവുകയും ആ തീരുമാനത്തിൻ്റെ മേൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ തീരുമാനം വരുമ്പോഴാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാൻ സാധിക്കും. സോ ഇറ്റ്സ് എ ടൈറ്റ് പ്രൊസീജിയർ. ഇതൊരു ടൈറ്റ് പ്രൊസീജിയർ. കാരണം it needs to get a 2/3 majority from the 2 houses of parliament. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സന്നിഹിതരായിരിക്കുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. ആ 2/3 ഭൂരിപക്ഷത്തിൻ്റെ മേലാണ് ഇന്ത്യൻ പ്രസിഡൻറ്റ് തീരുമാനമെടുക്കുക. ഓൺലി ആഫ്റ്റർ ദാറ്റ് ദി ജഡ്ജ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദി ഓഫീസ്. അപ്പോൾ മാത്രമേ സുപ്രീം കോടതിയിലെ ജഡ്ജിയെ പുറത്താക്കാൻ സാധിക്കൂ. ഇറ്റ് എൻഷുവേഴ്സ്. അപ്പോൾ ഇതെന്താണ് കാണിക്കുക? ഇത് ഉറപ്പ് നൽകുകയാണ്, ആഫ്റ്റർ ബീങ് അപ്പോയിൻറ്റഡ് ആസ് എ ജഡ്ജ് he can act independently and impartially, because the removing procedure is not so easy, is a tight procedure. അപ്പോൾ ഒരു ടൈറ്റ് പ്രൊസീജിയറിലൂടെ മാത്രമേ പുറത്താക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ജഡ്ജിമാർക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനം. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം 4 തട്ടിലായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. ഏറ്റവും താഴെത്തട്ടിലായ താലൂക്ക് ലെവലിൽ മുൻസിഫ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്സ്, അതിനും മുകളിലായി ജില്ലാ ലെവലിൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്സ്, അതിനും മുകളിൽ സ്റ്റേറ്റ് വൈസിൽ ഹൈക്കോടതികൾ എല്ലാ സംസ്ഥാനങ്ങളിലും, അതിനും മുകളിൽ ഇന്ത്യയിലെ മൊത്തം ജൂറിസ്ഡിക്ഷനുള്ള സുപ്രീം കോടതി. അങ്ങനെ ഒരു അസെൻഡിങ് ഓർഡറിൽ, ഒരു ആരോഹണ ക്രമത്തിലാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ജുഡീഷ്യറി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗാനാണ്. കാരണം പ്രത്യേകിച്ചും ജനാധിപത്യം സംരക്ഷിക്കുവാൻ there should be an independent judicial system to protect the concept of democracy. അതുപോലെ തന്നെ എസ്പെഷ്യലി ഇൻ എ ഫെഡറൽ സിസ്റ്റം where the powers of the state are divided between the central and state governments, then there are chances for the conflicts between the central and state governments with regard to the exercise of power. Then there should be an independent and impartial authority to settle down the disputes which may arise between these two governments. ഈ 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ. അതുപോലെ തന്നെ
Indian judicial system, Indian judiciary has been given the power to protect fundamental rights of the citizens. ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശം സംരക്ഷിക്കേണ്ടതും ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ കർത്തവ്യമാണ്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will be discussing the powers of the Supreme Court of India. Thank you.